ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിഞ്ജീരകം, വെളിച്ചെണ്ണ, പിന്നെ ഇത് ഉലുവ ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ അലോവേര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് എടുക്കണം. പിന്നെ ഇത് ഉള്ളി തൊലിയോട് കൂടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉള്ളിയും പിന്നെ അതിൻ്റെ തൊലിയും കൂടെ ചേർത്തിട്ടാണ് എണ്ണയിലിടുന്നത്. പിന്നെ തുളസി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക. നിങ്ങൾക്ക് ചെമ്പരത്തി ഇലയും പിന്നെ ചെമ്പരത്തി പൂവൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇവിടെ അതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു തളിക വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ കഴിയുന്നതും വീട്ടിൽ തന്നെ എണ്ണ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഈ നെല്ലിക്ക ഞാനൊന്ന് ജസ്റ്റ് ചതച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങുമല്ലോ. അതുപോലെ തന്നെ അലോവേരയും ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി തുളസി ഇട്ട് കൊടുക്കാം. പിന്നെ അലോവേരയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചധിക സമയം തന്നെ എടുക്കണം കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സായി നല്ല തിളച്ച് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും കേട്ടോ ഇതിൻ്റെയൊക്കെ. ഇത് കുറേ സമയം നമ്മളിങ്ങനെ കാച്ചിയെടുക്കുമ്പം നല്ല ഡാർക്ക് ഗ്രീൻ കളർ വരും. എന്നിട്ട് പിന്നെ നമ്മളിത് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ കളറ് മാറി മാറി വരും. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം സമയം എടുക്കും. ഇതിൻ്റെ ഈ ഇലകളുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതെല്ലാം കളറൊക്കെ മാറി ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എല്ലാ സത്തും ഈ എണ്ണയിലേക്ക് പിടിച്ചു വരണം. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു കളറായിട്ട് വരും. ഇനി നമുക്കിത് ചൂടൊക്കെ പോയിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം. ചൂട് കുറഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുഴുവൻ സത്തും ഇതിലേക്ക് വരും. ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാക്കി എടുത്ത് വെക്കാം. ഇനി നമ്മളിത് കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ എണ്ണ ഇതുപോലൊരു കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ട് നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. കുറച്ചധിക സമയം ഓരോരോ ഭാഗത്തായിട്ടും നമ്മളിതുപോലെ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് കുറച്ച് മസാജ് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.